ഫ്രണ്ട്സ്, എൻ്റെ ന്യൂ ഇയർ ദിവസം ഞാൻ നല്ല ഐശ്വര്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയി അതിനുശേഷം ഞാൻ മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഇവരെ രണ്ടുപേരെ കണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് കുറച്ച് നത്തോലിയൊക്കെ ഇട്ട് കൊടുത്ത് ഇന്നലെ ഞാൻ എൻ്റെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്തു. ഇത് ന്യൂ ഇയർ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിലുള്ള ക്യാറ്റ്സിനും നത്തോലിയൊക്കെ കൊടുത്ത് അവർക്ക് കേക്കിനേക്കാളൊക്കെ ഇഷ്ടം ഫിഷൊക്കെ അല്ലേ. പിന്നെ എനിക്ക് സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞു, വീട്ടിലുള്ള ക്യാറ്റ്സിനെ എന്താ കാണിക്കാത്തെന്ന് ചോദിച്ചു. വീട്ടിൽ കുറേ ക്യാറ്റ്സ് ഉണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിൽ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല, അതിന് ക്ലീനൊന്നുമല്ല. അതുകൊണ്ടാണ് അവരെ എല്ലാവരും കാണിക്കാത്തത്. അവരെ അധികം പുറത്ത് വിടാറില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നമ്മളെപ്പോലെ ഒരുപാട് പൂച്ചകളെ വളർത്തുന്ന ഒരു വീട്ടിലെ ക്യാറ്റ്സാണ്. അവിടെ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവരെ എല്ലാവരും ന്യൂ ഇയറിന് കണ്ട്. അങ്ങനെ ഇവരെ എല്ലാവരെയും കണ്ട് ക്ഷേത്രത്തിൽ പോയി നല്ല ഐശ്വര്യമായിട്ടാണ് ഈ വർഷം തുടങ്ങിയത്. നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയായിരുന്നെന്ന് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ക്യാറ്റ്സ് നല്ല ഭംഗിയുള്ള ക്യാറ്റ്സാണ് ഈ വീട്ടിലുള്ളത്. കണ്ട് നാടൻ പൂച്ചയാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. പിന്നെ അവർക്കും കുറച്ച് നത്തോലിയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെയുള്ള ചേച്ചി പറഞ്ഞ് അവർ ക്യാറ്റ്സിന് മീൻ അവിച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം ഔട്ടിങ്ങിന് പോയി. നമ്മുടെ കനകക്കുന്നിൽ എക്സ്മസ് ന്യൂ ഇയർ ഫെസ്റ്റൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഫോട്ടോസൊക്കെയാണ് ഇത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും, 2000-3000 ഒക്കെ കൊടുത്ത് മേടിക്കും ബർത്ത്ഡേക്കൊക്കെ ഇടാൻ അല്ലേ. ബർത്ത്ഡേക്ക് മാത്രം ഒരു പ്രാവശ്യം കൊടുക്കും. അവിടെ കണ്ട ഡോഗാണ്, ഫെസ്റ്റീവ് സീസണിൽ കണ്ട ഡോഗാണ്. ഇത് അവിടുത്തെ ലൈറ്റാണ്. പിന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ ഓൾ.